ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 24 മണിക്കൂറിനെ മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി എടുത്ത കുറച്ച് വിശേഷങ്ങൾ, ഒരു ദിവസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങോട്ട് തുടങ്ങാൻ പരിപാടി അല്ലേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊയക്കട്ടൊക്കെ ചെറിയ മേക്കപ്പൊക്കെ കൊടുത്ത് നല്ല ചോപ്പ് സുന്ദരമണികളാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ കൊയക്കട്ട ഉണ്ടാക്കണ പോലെ തന്നെ. പക്ഷെ നമ്മൾ കൊയക്കട്ടക്ക് വാട്ടണ സമയത്ത്, പൊടി വാട്ടണ സമയത്ത് ആ വെള്ളം നമ്മൾ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ വെള്ളം എടുത്തതെന്നുള്ളൂ കേട്ടോ. ബീട്രൂട്ട് നല്ലോണം ജ്യൂസാക്കി ആ ഒരു ഇത് ഒന്ന് അരിച്ചെടുത്ത് അതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റി അരിച്ചെടുത്ത് ആ ഒരു വെള്ളത്തിലാണ്, വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിലാണ് നമ്മൾ പൊടി വാട്ടിയെടുക്കണത്. കൊയക്കട്ടക്കുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് വാട്ടിയെടുക്കണത്. എന്നിട്ട് നമ്മൾ ആവിയിൽ കൊയക്കട്ട അങ്ങനെ ഉണ്ടാക്കിയെടുക്കും പോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒരു വെറൈറ്റിയാണ് കാണാൻ, പക്ഷേ ടേസ്റ്റിൽ അങ്ങനെ വലിയ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ കുത്തലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തായാലും ഇത് പച്ചയിലല്ലല്ലോ തിളപ്പിച്ചെടുക്കണുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുത്തലും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നല്ലൊരു ആ കളറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമാവും. കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബീട്രൂട്ട് ഉള്ളിലേക്ക് എത്തും. എങ്ങനെയുണ്ട് നമ്മൾ അമ്മമാരോട് ഇതൊക്കെ പറഞ്ഞത്, കുട്ടികളെ എങ്ങനെ ഇതുപോലെ കഴിക്കാത്ത സാധനങ്ങൾ കഴിപ്പിക്കുക എന്നുള്ളതിന് PhD എടുത്ത ആൾക്കാരല്ലേ നമ്മൾ പല വഴികളും പ്രയോഗിക്കില്ലേ. ചിലതൊക്കെ ചീറ്റിപ്പോവും, ചിലതൊക്കെ സക്സസ് ആവും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത്, ഇതുപോലെ നമുക്ക് ക്യാരറ്റും വെച്ച് ചെയ്യട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾ എന്തായാലും കഴിക്കും. അതിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പം നമ്മളെ ബീട്രൂട്ടിൻ്റെ ആ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്ന് നമ്മളെ മാവ് നല്ലോണം റെഡിയായി കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വരട്ടെ. അപ്പോൾ അത് നല്ലോണം ഇളക്കി കട്ടല്ലാണ്ട് ഇളക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേ നമ്മൾ വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിസ് ഓവർ എടുക്കാനിരിക്കുന്ന സമയത്താണ് വീഡിയോന് ആ ഒരു ഗ്യാപ്പ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. നമ്മൾ എത്ര അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ എടുക്കുമ്പം പല വഴിക്ക് നമ്മളെ നാവ് പോകും. നമ്മളൊരു വഴിക്ക് പോകും, നമ്മളെ നാവ് വേറെ വഴിക്ക് പോകും. അങ്ങനെയാണ് കഥ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ജലദോഷത്തിൻ്റെ ചെറിയ ആരംഭ ലക്ഷണങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഡൗൺ ആയി. പനിച്ചങ്ങോട്ട് പോകുന്നില്ല, കാരണം അച്ഛന് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് സുഖമില്ലാത്ത മാത്രമല്ല, അമ്മ അതിൻ്റെ ഇടയ്ക്ക് കാലും കൊണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് പടം മറിഞ്ഞിട്ട് അമ്മേൻ്റെ കാലിനും പണി കിട്ടിയിട്ട് അമ്മ വൈദ്യരെ കൊണ്ട് കെട്ടിച്ചിട്ട് അമ്മ കാലും വെച്ച് കുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്താൻ പറ്റണമില്ല. അപ്പോൾ ഇപ്പോൾ സൂക്കടും കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും വരില്ലേ. പക്ഷേ നമുക്ക് അങ്ങോട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് പരീക്ഷ തുടങ്ങിയല്ലോ. അപ്പോൾ ഓരട്ടേച്ച് അങ്ങനെ പോവാനും പറ്റണില്ല. അപ്പോൾ എല്ലാം കൂടിയായിട്ട് മനസ്സിന് വല്ലാത്തൊരു സങ്കടപ്പാടാണ്. ഓരോ വിളിക്കണ സമയത്ത് അതും സങ്കടമാണ്. അപ്പോൾ അനിയത്തിക്കാണെങ്കിൽ ഓളിപ്പം അനിയനിപ്പോൾ ഇതുപോലെ പനി വന്നിട്ട് അഡ്മിറ്റായിട്ട് കുറേ ലീവ് എടുത്തതിനെ കൊണ്ട് തന്നെ കോളേജിൽ നിന്ന് ഇപ്പം ഇനി ലീവ് എടുക്കാനും പറ്റില്ല. ഓൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ നിന്ന് നോക്കാനുള്ള ഒരു സാഹചര്യം നോക്കില്ല. അപ്പോൾ എല്ലാം കൂടിയായിട്ട് മനസ്സിന് വല്ലാത്തൊരു എല്ലാം കൂടി ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവർ എടുക്കാൻ ഇരിക്കാനേ തോന്നില്ലേ. വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച ക്ലിപ്പിങ്സ് കുറേ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കാന്നല്ലാണ്ട് വോയിസ് ഓവർ എടുക്കാനുള്ള ആ ഒരു മനസ്സ് കിട്ടണേ ഇല്ലേ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ എല്ലാം വേഗം ഒന്ന് ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഈ സമയം കടന്നു പോകുന്നുള്ളത്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സങ്ങോട്ട് ഡൗൺ ആകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സമയം കടന്നു പോകുന്നത്. അതിപ്പോൾ നല്ല സമയമാണെന്നുണ്ടെങ്കിലും ചീത്ത സമയമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നല്ല സമയമാണെങ്കിലും നമ്മൾ കുറേ നേരം നമ്മളങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സമയം കടന്നു പോകുന്നുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നിരാശ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ചീത്ത സമയം നമ്മളെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഈ സമയം അങ്ങോട്ട് കടന്നു പോകുന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി നമുക്ക് ഓടിക്കാനുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇന്ധനം കിട്ടും പോലെയാണല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചങ്ങോട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കൊഴക്കട്ടേൻ്റെ പരിപാടികളൊക്കെ, കൊഴക്കട്ട ഉണ്ടാക്കാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇത് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരമാവുമല്ലോ. അപ്പം ഞാൻ എന്താക്കി, ആ വാട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടായ സമയത്ത് അതൊക്കെ ഒന്ന് ഉരുളിയാക്കിയിട്ട് ചെറിയ കുഞ്ഞു ഉരുളിയാക്കിയിട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനവിടെ ഇഡ്ഡലി ചെമ്പൊക്കെ റെഡിയാക്കി അതവിടെ വെച്ചിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മന്തി പോലെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ കുഴക്കട്ടെ എരിവിലും ഉണ്ടാക്കും മധുരത്തിലും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മധുരത്തിനേക്കാളും എരിവാണ് ഇവിടെ ഇഷ്ടം. മക്കൾക്കായാലും എരിവാണ് കേട്ടോ, എരിവുള്ള കുഴക്കട്ട ഇഷ്ടം. മധുരം നമ്മൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ മധുരമുള്ള കുഴക്കട്ട ഉണ്ടാക്കിയാൽ മക്കൾ കഴിച്ചോളും. അപ്പോൾ എരിവുള്ള കുഴക്കട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ ഒരു 2 പിടി തേങ്ങ ചെറിയതിടുക, അതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം ഉണ്ടാവുമല്ലോ, ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട്
ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർക്കൂട്ടോ. അപ്പം ഞാനിപ്പം ചുവപ്പ് കളറായതുകൊണ്ട് ആ ചുവപ്പ് മഞ്ഞ എല്ലാം കൂടി അങ്ങോട്ട് വേണ്ട, പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് കളർഫുള്ളായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതും കൂടി ഈ ഒരു ചമ്മന്തിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ആ തേങ്ങേൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് കിട്ടും വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെന്ത് വന്ന ആ ഒരു കുഴക്കട്ടേൻ്റെ ഇതും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുഞ്ഞിപ്പത്തലെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പേരിട്ടും വിളിക്കാം, പേരിപ്പം മാറിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഇത് വന്ന് നമ്മളെ ചീത്തയൊന്നും പറയില്ലല്ലോ, അത് വേറെ കാര്യം. കോഴിക്കട്ട വന്നിട്ട് ഇപ്പോഴോട് പറയും ഇതിൻ്റെ പേര് ഇതല്ലല്ലോ എന്നൊന്നും വന്ന് ചോദിക്കില്ലല്ലോ. പേരൊക്കെ നമ്മളെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇടുക, പേരും അഡ്രസ്സൊക്കെ നമ്മളെ ഇഷ്ടം പോലെ. അപ്പോൾ സംഗതി എന്തായാലും സെറ്റായി, കളർഫുൾ ആയില്ലേ സംഗതി. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും. ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറ് പിടിച്ച പരിപാടിയായിരിക്കും അല്ലേ. ദൈവം സഹായിച്ച് ഇവിടെയുള്ള 2 മക്കളായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഇടങ്ങാറും ഉണ്ടാക്കിയില്ല കേട്ടോ. എന്ത് കൊടുത്തു കഴിഞ്ഞാലും കഴിക്കുന്ന മക്കളെ ഇനി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഞാൻ കുറേ ആളെ കണ്ടിരിക്കണം കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ട് വയ്യന്നെ നടന്ന് തീറ്റിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ലഞ്ചിനൊക്കെ ചോറൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അരി കൊണ്ടാണല്ലോ, നമ്മൾ പത്തിരിപ്പൊടി കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും അങ്ങോട്ട് റെഡിയാക്കൽ. അപ്പോൾ ചോറും അവിടെ വെച്ച് ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ഇന്ന് മസാലക്കറി, ഉരുളക്കിഴങ്ങും കുറച്ച് പച്ചക്കറി ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി വെച്ചിട്ട് ഒരു മസാലക്കറി അങ്ങോട്ട് ഉണ്ടാക്കി. പലതരം സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ കയ്യിൽ തീരാനാവണ സമയത്ത്. അപ്പോൾ അത് നമ്മൾ ചിലവഴിക്കുക ഇതുപോലെ എന്തെങ്കിലും മസാലക്കറി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തൊക്കെ ആയിട്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കി. പിന്നെ മീനുണ്ട് തേച്ച് വെച്ചത്. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി സംഗതി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് കാര്യമായിട്ട് അത്ര കാര്യങ്ങളേ ഉള്ളൂ ഇനി കേട്ടോ. മസാലക്കറി റെഡിയാക്കി ചോറ് അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുള്ളൂ ഉച്ചക്കത്തെ കുക്കിങ്. അപ്പോൾ അതവിടെ തിളക്കിയ ചോറ് റെഡി ആവണ നേരം കൊണ്ട് ഞാൻ എന്താക്കി, നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മിറ്റൊന്ന് അങ്ങോട്ട് അടിച്ച് വാരിയിട്ട്, പിന്നെ ബേക്കിൽ അങ്ങനെ വലിയൊരു കച്ചറയായിട്ടില്ല. അപ്പം മുന്നേ മാത്രം ഒന്ന് വേഗം ഒന്ന് അടിച്ച് വാരി അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം അടിച്ച് വാരലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആറിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇന്ന് നല്ലൊരു മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം എന്തായാലും ആറിടാൻ വേണ്ടി, അല്ലെങ്കിൽ ആറിടൽ വൈകുന്നേരം ഒന്ന് മടിഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഞാൻ വേഗം ആ ഒരു ഉഷാറിൽ തന്നെ ഞാൻ എന്താക്കി വേഗം ആറിടാനും കൂടി അങ്ങോട്ട് മേലെ പോയിട്ട് ആറിടാന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ എടുത്തതാണ്. അപ്പം അടിച്ച് വരുന്നതിന് മുമ്പേ ഞാൻ മിഷീനിൽ അവിടെ ആറിടാനുള്ളത് ഇട്ടീനിന്ന്, മിഷീനിൽ തിരുമ്പാനുള്ളത് അവിടെ ഇട്ടീനി കേട്ടോ. അപ്പോൾ അതവിടുത്തെ അതിൻ്റെ പണി എടുത്തോളൂല്ലോ. അപ്പോൾ നമ്മൾ അടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അത് സെറ്റായിനി. അപ്പോൾ അതുകൊണ്ടേ അവിടെ ആറിയിട്ട് ആറിടൽ അങ്ങോട്ട് കഴിഞ്ഞ പാടന്നെ നല്ല അടിപൊളിയായിട്ട് ശക്തിയിലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ടോ. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര മഴയത്ത് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ നമുക്കൊരു പൊറുതിയേടാണല്ലേ. അപ്പോൾ ആ ഒരു സമയം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം ഒരു ചെകപ്പോകേൻ്റെ ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ആ മക്കൾ 2 സ്കൂളിലേക്കും പോയി, ഏട്ടൻ പണിക്കൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിന് നിന്നതാണ്. മക്കൾ സ്കൂളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇരുത്തം അങ്ങോട്ട് ഇരിക്കാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പോയി നമ്മളെ പരിപാടിയില്ലേ. അപ്പോൾ പിന്നെ ആ ഒരു ഇരുത്തത്തുമ്പോൾ ഇങ്ങനെ ഫോണും കൈമേലുണ്ടെങ്കിലും പിന്നെ പറയും വേണ്ട, ആ ഒരു ഇരുത്തം ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരിക്കും. അപ്പം അതിന് മുമ്പേ ഞാൻ എന്താക്കും, ഇപ്പോൾ വേഗം തന്നെ ഇരിക്കാൻ വരട്ടെ, ഞാൻ എന്നോട് തന്നെ പറയും ഇരിക്കാൻ വരട്ടെ, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാനില്ലേ പണി വാളും എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം. വേഗം പോയി ഫോൺ എടുക്കുന്നതിന് പകരം വേഗം പോയി ചൂലം കൊണ്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു ക്ലീനിങ് പെട്ടെന്നുള്ള ആ ഒരു അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് തുടയ്ക്കേണ്ട ഒരു ദിവസം കൂടി ഇനി. അപ്പം ഈ മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പൊടിയും എന്തൊക്കെയോ ഒരു വൃത്തികേടൊക്കെ പോലെ നമുക്ക് തോന്നൂലേ. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് തുടച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് തുടയ്ക്കണ പരിപാടി അങ്ങോട്ട് ചെയ്ത്, അപ്പോൾ തുടയ്ക്കലും അങ്ങോട്ട് കഴിഞ്ഞ് വേഗം ഒരു ക്യുക്കായിട്ടുള്ള തുടയ്ക്കലാണ് കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമല്ല. വേഗം തന്നെ അങ്ങോട്ട് തുടച്ചിട്ടും കഴിഞ്ഞപ്പം ഒരു നല്ലൊരു വൃത്തിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുക്കിങ്ങിൻ്റെ ഉച്ചവരെയുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അധികം പഴമാണ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബൗള് ഫ്രൂട്ട്സ് ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ കുത്തി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും പപ്പായയും ഉണ്ട്, പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ. അപ്പോൾ റോബസ്റ്റിൻ്റെ സീസണാന്ന് തോന്നുന്നില്ലേ ഇപ്പം. പക്ഷേ അത് കുറേ വാങ്ങിയിട്ടും കാര്യമില്ല, പെട്ടെന്ന് ഇങ്ങനെ കേടായിപ്പോയി, ഒന്ന് കറുത്തൊന്ന് കേടായിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും തിന്നില്ല, ഞാനടക്കം ആരും തിന്നലില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അത് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എന്താക്കി പപ്പായ മുറിച്ചെടുത്ത്, പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റ് എടുത്തിട്ട് ഇതുപോലൊരു ബൗള് ഫ്രൂട്ട് ബൗൾ പോലെ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇനി ഇരിക്കാം.
നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയല്ലോ. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, കുറച്ച് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ കണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പോഡ്കാസ്റ്റൊക്കെ കേട്ട് കുറച്ച് സമയം ഇരിക്കും. പിന്നെയുള്ള നമ്മളെ പരിപാടി യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഞാൻ എഴുതിയൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുന്നേ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ്, ടെമ്പിൾ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തപ്പിങ്ങോണ്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഓണത്തിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യണതിനെ കൊണ്ട് കാര്യം ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഷോർട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 സെറ്റിൻ്റെ കയ്യിലുണ്ട് ഇതുപോലെ ഒരു ചോക്കറും പിന്നെ ലോങ് ചെയിൻ 3 ലോങ് ചെയിനൊക്കെ ആയിട്ടുണ്ട് മീഷോന്ന് വാങ്ങിയത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യാനും വേണ്ടിയിട്ട് അതിന് നിന്നതാണ് കേട്ടോ, അതിൻ്റെ ഷൂട്ടിന് നിന്നതാണ്. അപ്പോൾ അത് ഇനിയിപ്പം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഓർഡർ കൊടുത്ത് കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പേ കിട്ടുമെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സ് കയ്യിലില്ലാത്തതിനെ കൊണ്ടുള്ളൊരു പരിപാടിക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യണം മുൻകൂട്ടിയൊക്കെ ഓണത്തിന് വേണ്ടിയിട്ട്. ഓണം ഞങ്ങൾക്കില്ല ഈ പ്രാവശ്യം, ഏട്ടൻ മരിച്ചതുകൊണ്ട് ഓണം ഇല്ല. അപ്പം ഓണത്തിൻ്റെ ആ ഒരു വൈബൊന്നും ഇല്ല. എന്നാലും ഞാൻ ഇതുപോലുള്ള കുറച്ച് വീഡിയോസിൻ്റെ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്തായാലും വെള്ളത്തിലായി. പക്ഷേ ഞാൻ ചെയ്ത് വെച്ചിക്കണ് ഷോർട്ട് വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് വെഡ്ഡിങ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങണം എന്നുള്ളവർക്ക് ഒന്ന് റിവ്യൂ കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള പരിപാടി. ഒരു 2-2:30 വരെയൊക്കെ ഞാൻ യൂട്യൂബിൻ്റെ എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റേ വോയിസ് ഓവർ എടുക്കാനോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി ഒന്ന് നേരം വൈകി. ഏട്ടൻ വന്നിട്ട് പിന്നെ വിശക്കണമില്ല, അപ്പോൾ ഏട്ടൻ വന്നിട്ട് ചോറുന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തു നിന്നതാണ്. ഒരു 3:15 കഴിഞ്ഞിട്ട് ഏട്ടൻ വരുന്ന സമയത്ത്, 3:15 കഴിഞ്ഞിട്ടുണ്ടാവും ഏട്ടൻ വരുന്ന സമയത്ത്. അപ്പോൾ ചോറ് തിന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ തോണ്ടി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കേട്ടോ, അത്രയൊക്കെ സമയം ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരാനാകുമ്പോഴത്തേക്ക് നമുക്ക് ഓർക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും എന്താ ഉള്ള അമ്മയെന്ന് ചോദിച്ചിട്ടാണ് വരിക. അപ്പോൾ ഓർക്ക് എന്തെങ്കിലും വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. അതിനു മുമ്പേ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഓരോരോ ഏരിയ ആയിട്ട് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിൽക്കലാണ്, ഒന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യലില്ല എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള പരിപാടിയാണ് ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് അൾമാരിയൊക്കെ കച്ചറയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെ മൈൻഡ് ശരിയില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട് കണ്ടാൽ മനസ്സിലാവട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഒരു കാര്യം കറക്റ്റാണ്, ആ പറയുന്ന കാര്യത്തിനോട്. എൻ്റെ മൈൻഡ് ശരിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലത് കാണാനുണ്ടാവും. ഫുൾ അലങ്കോലമായിട്ടായിരിക്കും ഉണ്ടാവുക, കൂതറയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അൾമാരി എന്തായാലും ഒന്ന് വൃത്തിയാക്കണം. 2 അൾമാരിയും വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അൾമാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതെന്തായാലും ഇന്ന് ചെയ്യണം. അപ്പോൾ ഈ ഫോണും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫോണും കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അലാം വെക്കലുണ്ട്, ഒരു റിമൈൻഡർ പോലെ വെക്കലുണ്ട്. ഇപ്പോൾ അരമണിക്കൂറാണെങ്കിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആ ഒരു അലാറം അടിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല വീഡിയോ ആണ്, എന്ത് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളത് എണീറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഫോൺ നമ്മളെ ഭരിക്കുന്നതിന് പകരം നമുക്ക് ഫോണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആ ഫോണിൽ അഡിക്റ്റായി പോകും. ഫോണിങ്ങനെ യൂസേജ് കൂടി ഫോണിൽ അഡിക്റ്റ് ആവും. അപ്പോൾ എനിക്ക് പറ്റിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഫോൺ അഡിക്റ്റായൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഞാൻ പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇതുപോലെ ഫോൺ എപ്പോൾ നമ്മൾ എടുത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് അലാം സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കൊരു റിമൈൻഡർ പെട്ടെന്ന് നമ്മളെ ബ്രെയിനിലേക്ക് അത് പോകും. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ എന്തായാലും അലാറം കടിഞ്ഞ് കഴിഞ്ഞ സമയത്ത് വേഗം അതും ഓഫാക്കിയിട്ട് നമ്മളെ ക്ലീനിങ്ങിന് നിന്നതാണ്. മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചു വാരി എല്ലാം പുറത്തിട്ടതിന് ശേഷം ഒന്നിന്ന് തുടങ്ങി മടക്കി വെക്കണം. കുറേ ഒഴിവാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒഴിവാക്കി ഒന്നിന്ന് മുതൽ തുടങ്ങി മടക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചുണ്ടല്ലോ, നമുക്ക് ഞാനൊക്കെ വീഡിയോ ചെയ്യണതിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പം അതിലൊരു പുതുമ ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യണത്. അപ്പോൾ അതിലൊരു പുതുമയായിട്ട് നമുക്ക് കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഫാമിലിക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് വേണ്ടി ഓരോക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം വരില്ലേ, നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സംഗതി, നമ്മൾ ആരോഗ്യമൊന്നും സമ്മതിക്കാത്തൊരു കാലം വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് തിരിഞ്ഞു വെക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തത്, അല്ലെങ്കിൽ മക്കളെ വഴിക്ക് പോകും, എല്ലാവരും ഓരോരുത്തർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ
അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയം നമുക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പിന്നെ ഞാൻ എന്താ എനിക്ക് ഒന്നും ചെയ്യാഞ്ഞെന്ന് വിചാരിച്ച് കുത്തിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടി ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മളൊരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ സെൽഫ് കെയറിനാണെങ്കിൽ എന്തിനായാലും ഒരു സമയം കണ്ടുപിടിക്കാം. നമ്മളെ സന്തോഷത്തിനൊരു സമയം എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. സന്തോഷത്തിന് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സെൽഫായിട്ട് ഏൺ ചെയ്തിട്ട് നമ്മളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ഇപ്പം വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ നമുക്ക്. നമ്മളൊരിക്കലും അത് എനിക്കൊന്നും പറ്റൂല അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് കുത്തിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അതിനേക്കാളും വില്ലനായിട്ട് വരുന്ന വേറൊരു സംഗതി എന്താണെന്ന് അറിയാം. വേറെ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാനത് ചെയ്താൽ ശരിയാവും, ഓരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ. ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പല തരത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരാളെ അഭിപ്രായമായിട്ട് സ്വീകരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എന്നുള്ളത്, ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പം അഭിപ്രായമായിട്ട് നമ്മൾ സ്വീകരിക്കാം. ആ പറഞ്ഞ അഭിപ്രായത്തിനെ നമ്മളെടുത്ത നിലപാടിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ കാണാണ്ടിരിക്കുക. ഇപ്പോൾ ലോകത്തിൽ നല്ല വ്യക്തിയാണ് ഒരാൾ നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ, അയാളെയും ഇതുപോലെ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര നല്ലവരായി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മറിമായം ചെയ്ത് അല്ലെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയി എന്ന് പറഞ്ഞാലും നമ്മളെ വിമർശിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പം മറ്റുള്ള ആൾക്കാരെ ഭയന്നിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോണില്ല. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നുള്ളതിലുള്ള ആ ഒരു പരിഗണന ഉണ്ടാവില്ല, അത് കുറഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പം മറ്റുള്ളവരെ വാലിഡേഷൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലെ പല പ്രധാന തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നമ്മൾ അനുവദിക്കുന്നതിന് തുല്യമാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവില്ലേ, നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ഇങ്ങനെയല്ല ആവേണ്ടത്, എനിക്ക് ഇതിനും നല്ലൊരു രീതിയിൽ എത്തണം എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ സ്വപ്നമായിട്ട് മാത്രം കളയാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അത് ആൾക്കാരെന്ത് വിചാരിക്കുന്നുള്ളതിനെ ഭയന്നിട്ട് നമ്മൾ എടുക്കാണ്ട് നിൽക്കുകയേ ചെയ്യരുത്. അത് വലിയൊരു വിഡ്ഢിത്തരാണ്. അപ്പോൾ ഒരിക്കലും ഒരു കാര്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റൂല. ഇപ്പോൾ ഗ്രാജുവലി ചെയ്ത് അത് പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നടന്ന് തുടങ്ങിയിട്ടാണോ? അല്ല, നമ്മൾ നടന്ന് അത് പെർഫെക്റ്റ് ആവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എഴുതി തുടങ്ങിയത് പെർഫെക്റ്റ് ആയിട്ടാണോ? സംസാരിച്ച് തുടങ്ങിയത് പെർഫെക്റ്റ് ആയിട്ടാണോ? അല്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വരുമോ? തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എങ്ങനെ അതിനെ കാണും, അല്ലെങ്കിൽ എങ്ങനെ ഓരെന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് കുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ മനസ്സിനോട് പറയാം, തെറ്റ് പറ്റുക എന്നുള്ളത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അത് നമുക്ക് മാത്രമായിട്ട് വരുന്നൊരു സംഗതി ഒന്നല്ല. തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ആദ്യം നമ്മളെ മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഒരിക്കലും വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ നടക്കാണ്ടിരിക്കണം. നമ്മൾ ഒരിക്കലും അക്ഷരത്തെറ്റ് വരുത്താണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ എഴുതാണ്ടിരിക്കണം. അതേ നിവർത്തിയുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും വേറൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ലോകത്ത് 800 കോടി ജനങ്ങളിൽ ഒരു വ്യക്തി മാത്രമാണ് നമ്മൾ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ നോക്കി അതിനെ വിശകലനം ചെയ്ത് നമ്മളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ അത്രമാത്രം ഈ ലോകത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു കാര്യമാണ് വേറുള്ള ആൾക്കാർ നമ്മളിത് ചെയ്താൽ എന്ത് വിചാരിക്കും എന്നുള്ളത്. ഓരോരുത്തരുടെ ജീവിതം കറക്കെത്തിക്കാനുള്ള തിരക്കിലും തത്രപ്പാടിലൊക്കെ ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പം അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ പറയും. അത് നമ്മൾ മനുഷ്യന് ഒരു ആവശ്യമില്ലാത്തൊരു സ്വഭാവമാണ്. അത് നമ്മളും ചെയ്യലുണ്ട് ചില സമയത്തൊക്കെ, വേണ്ടാണ്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരാൾ പറയുന്ന അഭിപ്രായത്തിന് അത് അഭിപ്രായമായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് നിൽക്കും. വേറുള്ളവർ എന്ത് ചിന്തിക്കും അതൊക്കെ നമ്മൾ ചിന്തിച്ച് കാട് കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇപ്പം ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൊത്തം. അപ്പോൾ ഇത് കേട്ട ആർക്കെങ്കിലും, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഓരോ ഉള്ളിലുള്ള സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു തീപ്പൊരി കിട്ടിയെന്നുണ്ടെങ്കിൽ അതുമ്മ പിടിച്ച് കയറിക്കോളി. പിന്നെ ഇനി കാത്തു കുത്തിരിക്കേ വേണ്ട. ആരും നമ്മളെ ജീവിതത്തിൽ വന്നിട്ട് പിന്നെ അന്നെ ഞാൻ നന്നാക്കി തരാമെന്നും പറഞ്ഞ് ആരും വരാൻ പോണില്ല. നമ്മൾ തന്നെ അതിന് വേണ്ടി കഷ്ടപ്പെടണം. അപ്പോൾ ആ ഒരു തീപ്പൊരിക്കൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചോളി. വേറുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളത് മൈൻഡ് ആക്കണ്ട.
നമുക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുത്തത് എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ എന്തായാലും നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് കഴിഞ്ഞ് അൾമാരിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എല്ലാം ഒതുക്കി റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇനിയത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ വരാനാകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം വൈകുന്നേരം ഇന്ന് ഉണ്ണിയപ്പം ആയിക്കോട്ടെ. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ. ഒരു സിമ്പിൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ പച്ചരി എടുത്ത് നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത്, പിന്നെ വേണ്ടത് നമുക്ക് അപ്പക്കാരാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ അല്ല ടീസ്പൂണൊക്കെ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എള്ള്, അതുപോലെ തന്നെ ജീരകം ഉണ്ടാവുമല്ലോ, നമ്മുടെ ചെറിയ ജീരകം, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത്, അതൊക്കെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഗതികളാണല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പഴം അടിച്ച് ചേർത്ത് കൊടുക്കുക. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് സൂപ്പർ. അപ്പോൾ പഴം ഇതുപോലെ മിക്സിയിൽ നല്ലോണം കട്ടല്ലാണ്ട് നല്ലോണം അടിച്ചിട്ട് ഒരു 2 പഴമാണ് കേട്ടോ ഞാൻ എടുത്തത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനിയുള്ളത് നമ്മൾ ശർക്കര ഇതുപോലെ കലിച്ച് വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കാം. മധുരമൊക്കെ നോക്കി മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചൂട് ശർക്കരേൻ്റെ ആ ഒരു ഇളം ചൂട്, വല്ലാണ്ട് വെട്ടി തിളക്കണ ചൂടല്ല, ഒരു ഇളം ചൂട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി അധികം നേരം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ആര് വരാൻ വേണ്ടിയിട്ട്, ഉണ്ണിയപ്പത്തിന് ഒരു ആരുണ്ടാവില്ല നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ, അപ്പോൾ ആ ഒരു ആര് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ടേസ്റ്റിലും ആ ഒരു കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കാം. 5 മിനിറ്റ് വെക്കണമെന്നൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ മക്കൾ വരാൻ ആ സമയമാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഞാനത് അവിടെ റെഡിയാവാൻ വേണ്ടി വെച്ചിരിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹെൽത്തി കുക്കിംഗ് പാർട്ട്ണറായിട്ടുള്ള ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർ ആണ് കേട്ടോ. കാസ്റ്റ് അയണിൽ വരുന്ന കുക്ക് വെയർ ആണിത്. 12 ബിറ്റിൻ്റെ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ പനിയാരത്തിൻ്റെ പാനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 100% പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് വേർത്ത് പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടാം. അടിപൊളി, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇൻഡസ് വാലിൻ്റെ ഓരോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതും. ഇവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിലും പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ് അയണിലും വരുന്നുണ്ട്. കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഫുഡ് സേഫ് ആയിട്ടുള്ള ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവരുടെ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത. നമ്മൾ അധികം ആൾക്കാരും കുക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണോ എന്നൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കുക്ക് വെയർസിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കലുണ്ടാവും. അപ്പോൾ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള കുക്കിങ്ങിൽ അല്ലെങ്കിൽ ഹെൽത്തി വേർഷനിൽ കുക്ക് ചെയ്ത് നമ്മളെ ഫാമിലിക്ക് ഫുഡ് സെർവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതി ആയിരിക്കും, പക്ഷെ വാങ്ങാനുള്ളൊരു മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മയപ്പെടുത്തി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ കുക്ക് വെയർസ് എന്ന് പറയുന്നത് പ്രീ സീസൺഡ് ആയിട്ട് വരുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് നമുക്ക് പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസ് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കാസ്റ്റ് അയൺ പാത്രങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റിൽ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലായിരിക്കും നമ്മളെ ഫുഡൊക്കെ ഉണ്ടാവുക. ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും നമ്മൾ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ സ്റ്റീലായി, സ്റ്റെയിൻലെസ് സ്റ്റീലുള്ളതായിക്കോട്ടെ കാസ്റ്റ് അയണിലുള്ളതായിക്കോട്ടെ, ഒരു പ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുക്ക് വെയർസിൻ്റെ കാര്യത്തിൽ വേറൊരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞ് നടക്കില്ല, അത്രയ്ക്ക് അഡിക്റ്റായി പോകുന്നുള്ള കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിക്കണം. അപ്പോൾ വെബ്സൈറ്റ് വഴി വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അഭിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പം ഒരു 12% കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നല്ല അടിപൊളി ചൂടോടുള്ള ഉണ്ണിയപ്പവും കട്ടൻ ചായയും ആ ഒരു കോമ്പിനേഷൻ ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി ചായ പരിപാടി എന്തായാലും ഉഷാറായി. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരുന്ന സമയത്താണ് ഏട്ടൻ ചോദിച്ചത് നമുക്കൊന്ന് വടകര പോയാലൊന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും റെഡിയായി കൊണ്ട് ഇറങ്ങി. 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി ഇറങ്ങിയിട്ടോ.
സംഗതി ഏട്ടന് ഷർട്ട് എടുക്കാനാണ് പോണതെന്നുണ്ടെങ്കിലും വടകര വരെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് അൺലിമിറ്റഡ് ആദ്യം സ്റ്റുഡിയോ പോകാമെന്ന് തന്നെയാട്ടോ വിചാരിച്ചത് നാദാപുരത്തുള്ള. പിന്നെ വിചാരിച്ച് കുറേ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ, വടകര പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ വടകര പോയപ്പോൾ ഒരു ഷർട്ട് ഏട്ടന് കിട്ടി. ഏട്ടന് അങ്ങനെ ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കിട്ടാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത് ഇവിടുന്ന് ഷർട്ടൊക്കെ എടുത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് രാത്രിയായി പിന്നെ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ അങ്ങനെ ചെയ്യലില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.